ഈ സമയത്തിന് വേണ്ടി ഞാൻ കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ തേടി വരുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്ന സബ്ജക്റ്റ്. ഞാൻ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതായ ഒരു യുവാവ് അവൻ ചെയ്തത്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ട് കാറിൽ കിടന്ന ഒരു ബഞ്ച് സീഡികൾ എടുത്ത് വണ്ടിയുടെ വീലിൻ്റെ രണ്ടിൻ്റെയും കൂടെ മുമ്പിലോട്ട് വെച്ചിട്ട് വണ്ടി ഓടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോഴും വിശുദ്ധമായിരിക്കണം. നമ്മുടെ കാറിൽ അശുദ്ധമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ലാപ്ടോപ്പിൽ അശുദ്ധമായ ഒരു കാര്യം ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ അശുദ്ധമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആഫ്രിക്കയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഒരു ഐഫോൺ, ഞാൻ ഉപയോഗിക്കുന്ന ഐഫോൺ എടുത്ത് കാണിച്ചു പറഞ്ഞു. ഇറ്റ്സ് എ കോസ്റ്റ്ലി ഫോൺ, പക്ഷേ ഇതിനകത്ത് യു ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഇതിനകത്ത് അശുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവേഴ്സ്. ഇതിനകത്ത് അശുദ്ധമായ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, വൈറസ് കയറിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് അശുദ്ധമായ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെയാണ്, നിങ്ങളെടുത്തു എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടായിരിക്കണം. ദാനിയേൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ്റെ വീഞ്ഞ് കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ റിസോൾവ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഡാനിയേൽ റിസോൾവ്ഡ് ദാറ്റ് ഐ വിൽ നോട്ട് ഡിഫൈൽ മൈസെൽഫ് വിത്ത് ദ ഫുഡ് ദാറ്റ് ഇസ് സെർവ്ഡ് ഇൻ ദ ടേബിൾ ഓഫ് ദ കിങ്. റിസോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, പ്രമേയം പാസ്സാക്കുക എന്നൊക്കെ പറയുന്നതാണ്. ഒരു റെസല്യൂഷനാണ്. ഇറ്റ്സ് എ റെസല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനി മാറ്റം ഇല്ല, അതിന് മാറ്റമില്ല. അതുപോലെ ഒരു റെസല്യൂഷൻ, അതുപോലെ ഒരു റിസോൾവിങ്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പൂർണ്ണമായ ഒരു തീരുമാനം നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നത്. എന്തിനാ ഈ മെസ്സേജസ് എല്ലാം കേൾക്കുന്നത്? എന്തിനു വേണ്ടി? ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കുമല്ലോ, വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? ഓക്കെ, ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ ലൈഫ്, എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ ലൈഫ്, ഈ മെസ്സേജസ് നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ഇത് വെറും പാഴ് കാര്യമാണ്. അതുകൊണ്ട് വളരെ പ്രായോഗികമായി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധമായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന ടെക്നോളജിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ പഠിച്ചതായ കാര്യം, യേശു നമ്മളെ തേടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, എല്ലാ റിലീജിയനും എല്ലാ മതങ്ങളും എന്ത് ചെയ്യുകയാണ്? മനുഷ്യൻ ദൈവത്തെ തേടി അലയുന്നതായ കാര്യമാണ് നമ്മൾ മതങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് വേദപുസ്തകത്തെയും യേശുവിനെയും മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഇവിടെ നമ്മൾ ദൈവത്തെ തേടി അലയുന്ന ഒരു മനുഷ്യനെയല്ല കാണുന്നത്, മനുഷ്യനെ തേടി ഇങ്ങോട്ട് വരുന്നതായ ഒരു ദൈവത്തെ. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്നാൽ മനുഷ്യനെ തേടി ഇങ്ങോട്ട് വരുന്ന ദൈവം എന്ന് പറയുമ്പോഴും മറ്റ് മതസങ്കല്പങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ദൈവം വല്ലപ്പോഴും ഒക്കെ ഭൂമിയിലോട്ടൊക്കെ ഒന്ന് വരുന്നുണ്ട്. വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഷ്ടന്മാരായ ആളുകളെ നിഗ്രഹിക്കുവാനും ശിഷ്ടന്മാരായ ആളുകളെ സംരക്ഷിക്കുവാനുമായിട്ടാണ്. അതായത് കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു രക്ഷകനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കുറേ പേരെ രക്ഷിക്കാനും കുറേ പേരെ കൊല്ലാനുമായിട്ട്, അല്ലെങ്കിൽ നല്ല ആളുകളെ രക്ഷിക്കാനും ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലാനുമായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, അങ്ങനെ ഒരു രക്ഷകൻ വന്നു കഴിഞ്ഞാൽ നമുക്കെന്താ രക്ഷ? നിങ്ങൾക്ക് രക്ഷയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു രക്ഷയില്ലായിരുന്നു. എൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ ഒരു രക്ഷകനെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് പുതിയൊരു അവതാരം വന്നാൽ പോലും അത് എനിക്ക് രക്ഷയായി തീരുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ തോളിൽ തട്ടിയിട്ട്, സാരമില്ല മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രക്ഷകനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് ഒരു മതത്തിനും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനങ്ങ് എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് മറ്റൊരു രക്ഷകനെ ആ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു എന്ത് ചെയ്തു? യേശു വന്നത്, കർത്താവ് വന്നത് എന്നെ കൊല്ലാനല്ല, എന്നെ രക്ഷിക്കാനാണ്, എന്നെ ശിക്ഷിക്കുവാൻ വേണ്ടി അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയാണ്? ഒന്നാമത്, ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ തരാൻ തയ്യാറാകും. ലവ് ഓൾവേസ് ഗിവ് ആൻഡ് ഹെയ്റ്റ് ഓൾവേസ് ടേക്ക്. സ്നേഹം എപ്പോഴും കൊടുക്കുന്നു, ദ്വേഷം എപ്പോഴും എടുക്കുന്നു. സ്നേഹം കൊടുത്തോണ്ടേയിരിക്കും, ദ്വേഷം എടുത്തോണ്ടേയിരിക്കും. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ദൈവം എപ്പോഴും തരികയാണ്. ദൈവം എടുക്കുകയല്ല, ദൈവം തരികയാണ്. ബിക്കോസ് ഹി ലവ്സ് us. അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ തന്നത് ചില്ലറ കാര്യമൊന്നുമല്ല തന്നത്. എന്ത്? അവൻ്റെ പുത്രനായ യേശുവിനെ തന്നെ അവൻ തന്നു. അതാണ് ഏറ്റവും വലിയ സാക്രിഫൈസ്. അതാണ് ദൈവസ്നേഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ നമുക്ക് കാരണമായി തീരുന്നത്. അവൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് തന്നെ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ്. ദാറ്റ് ഈസ് ദ റിയൽ ലവ്. സാത്താൻ നമ്മളെ സ്നേഹിക്കുന്നില്ല, അവൻ ഹെയ്റ്റ് ചെയ്യുകയാണ്. അവൻ ഹെയ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവൻ എടുക്കുകയാണ്. അവൻ വന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം എടുത്തു കളയുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ എടുത്തു കളയുന്നു. അവൻ ഏറ്റവും ഒടുവിൽ എന്താണ്? നിങ്ങളുടെ ജീവനെ തന്നെ
എടുത്തു കളയുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ ഇതാണ് സാത്താൻ നമ്മളെ വെറുക്കുന്നത് കൊണ്ട് അവൻ എപ്പോഴും എടുക്കുകയാണ്. യേശു നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം എപ്പോഴും തരികയാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൈവം മറ്റ് മതസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഇതാണ്. എന്ത്? കർത്താവ് ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. ദാറ്റ്സ് ഷോസ് ദാറ്റ് ഗോഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് അസ്. നമ്മൾ ഇന്നലെ അവസാനം പറഞ്ഞ കഥ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അവൻ എന്തെങ്കിലും നമുക്ക് തരാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ നമ്മളോട് പിണങ്ങിയിരിക്കുകയല്ല, ദൈവം നിങ്ങളോട് പിണങ്ങിയിരിക്കുകയല്ല എന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ട വലിയൊരു കാര്യം. ഗോഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് അസ്. നമ്മൾ പല കാര്യങ്ങളിലും ദൈവത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വിഷമം ദൈവത്തിനുണ്ടെങ്കിലും, ഞാൻ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഞാൻ ഈ വഴക്ക് പറയുന്നതൊന്നും ദേഷ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ടാണ്. ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടമുണ്ടെങ്കിൽ ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. നമ്മുടെ ജീവിതം ഒരിക്കലും ദൈവത്തെ സന്തോഷിപ്പിക്കുകയല്ല, പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സങ്കടമുണ്ട്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴൊക്കെ ദൈവം സങ്കടപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ജനസിസ് ചാപ്റ്റർ 6 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ വന്ന് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു എന്ന് പറയുന്ന ഭാഗത്ത് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് ഗോഡ് ഗ്രീവ്ഡ് എന്നാണ്. ഗോഡ് വാസ് നോട്ട് റാത്ത്ഫുൾ, ഹി ഗ്രീവ്ഡ്. അവൻ എന്ത് ചെയ്തു? യഹോവ ദുഃഖിച്ചു, ദൈവം ദുഃഖിച്ചു. ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ഇടപെടലുകൾ കണ്ടിട്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ദുഃഖമാണ്. ശരിക്കും ദൈവം ദുഃഖിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അവിടെയാണ്. എവിടെ? മനുഷ്യൻ സ്വന്തമായിട്ട് സൗന്ദര്യമുള്ളത് എന്ന് കണ്ട് ഭാര്യമാരെ സ്വന്തമായിട്ട് എടുത്തപ്പോഴാണ് ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ദുഃഖിച്ചു എന്നുള്ളത് ശരിയാണ്, എങ്കിലും അതൊരു ഗ്രീവിയസ് മിസ്റ്റേക്ക് ആയിട്ടാണ് കർത്താവ് പറയുന്നത്. എന്ത്? ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മനുഷ്യൻ അല്ലെങ്കിൽ ദൈവമക്കൾ, ഗാഡ്സ് ചിൽഡ്രൻ, ഭൂമിയിലേക്ക് നോക്കിയിട്ട് മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അത് ദൈവത്തിന് ദുഃഖമായി. ഇന്നും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ബോധിക്കുന്നവരെ നമുക്ക് ബോധിക്കുന്ന രീതിയിൽ ഭാര്യയെ എടുക്കുക മാത്രമല്ല, ഭാര്യമാരെയൊക്കെ എടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഗാഡ് ഗ്രീവ്സ്. ദൈവം ദുഃഖിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവത്തെ നമ്മൾ ദുഃഖിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, ഒരുപക്ഷെ ദേഷ്യപ്പെടുത്തുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ്? ദൈവം ദുഃഖത്തിൽ നിന്നാണ് നമ്മളെ പലപ്പോഴും ശിക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തിന്? അവൻ്റെ സ്നേഹം തീർന്നു പോയിട്ടല്ല, നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട്. കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു, നമ്മൾ മടങ്ങി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ലോകത്തിലെ മതങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നതായ രക്ഷകർ എന്തിനു വേണ്ടിയാണ് വരുന്നത്? നല്ലവരായ ആളുകളെ രക്ഷിക്കാനും ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലാനുമാണ് വരുന്നത്. പക്ഷേ യേശു വരുന്നത് അതിനുവേണ്ടിയല്ല. എന്നെ തേടി വരുന്നത് എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. യേശു വന്നത് എന്തിനാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഫോർ ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് ടു സേവ് ദ ലോസ്റ്റ്. ഇന്നത്തെ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് അതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു തേടി വരുന്നവനായ ദൈവം. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ തേടി വരുന്ന ദൈവം ആരെയാണ് തേടി വരുന്നത് എന്നുള്ളതാണ്. ആരെയാണ് തേടി വരുന്നത്? നഷ്ടപ്പെട്ടവരെ, കാണാതെ പോയതിനെ, ലോസ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ തേടി വരുന്ന ദൈവം. ഡിഫറൻസ് മനസ്സിലാക്കണം. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഇന്നലെ പറഞ്ഞത് മനുഷ്യനെ തേടി വരുന്നവനായ ദൈവം. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ദൈവം തേടി വരുന്നത് ആരെയാണ്. അവിടെയാണ് യേശുവിൻ്റെ യുണീക്നെസ്. അവൻ തേടി വരുന്നത് ആരെയാണ്? കാണാതെ പോയവരെയാണ്. ലോസ്റ്റ് എന്ന് വിളിക്കാവുന്ന, മലയാളത്തിൽ കാണാതെ പോയെന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് ദ ലോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയവർ. കാണാതെ പോയവർ അതിലേക്ക് കറങ്ങി തിരിഞ്ഞു വരുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. അങ്ങനെയല്ല. ലോസ്റ്റ്. ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് ടു സേവ് ദ ലോസ്റ്റ്. മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു വരുന്നെന്ന് മാത്രമല്ല, തിരഞ്ഞെന്ത് ചെയ്യാനൂടെയാണ്? രക്ഷിപ്പാൻ. കാണാതെ പോയതിനെ, നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു വരുവാൻ, തിരഞ്ഞ് രക്ഷിക്കുവാനായിട്ട്. ഇവിടെ വീണ്ടും ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നം ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആരാണ് ലോസ്റ്റ് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം. ഈ വാക്യം വായിക്കുമ്പോഴത്തേക്ക് അതേ കർത്താവ് വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ്. ഇവിടുത്തെ മദ്യപാനികളും കൊലപാതകികളും വ്യഭിചാരികളുമായ ആ ലോസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തേടിയാണ് കർത്താവ് വന്നത്. അതിനകത്തൊന്നും ഞാൻ പെടുന്നില്ല. അപ്പം നമ്മുടെ ഒരു വലിയ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, കർത്താവ് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്കുള്ളതല്ലാതായി വന്നിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലേ? മെസ്സേജ് പറയുമ്പോഴത്തേക്ക് അതെല്ലാം എല്ലാവർക്കും വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മെസ്സേജ് എന്നുള്ള നിലയിലല്ല. എനിക്ക് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഒരിക്കൽ കേട്ടു. ഒരു ചർച്ചിൽ ഒരു പാവപ്പെട്ട സഭയാണ്. ആ സഭയിൽ ആകെപ്പാടെ ഒരാളെ ഉള്ളൂ ധനികനായ വ്യക്തി. അയാൾക്ക് കാറുമുണ്ട്, വലിയ പാലസ് പോലുള്ള വീടുമുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം വെറും പാവങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മീറ്റിങ്ങിന് ഭയങ്കര മഴ പെയ്തു.
ഒരു വിശ്വാസിക്കും വരാൻ പറ്റിയില്ല മഴയായതുകൊണ്ട്. പക്ഷേ ഇങ്ങേർക്ക് വരാൻ പറ്റിയ കാര്യം കാറുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റി. ഒടുവിൽ ഇദ്ദേഹം മാത്രം മീറ്റിങ്ങിലിരുന്നപ്പോൾ പാസ്റ്റർ ചിന്തിച്ചു, മീറ്റിംഗ് കളയണ്ട, നടത്തിയേക്കാം എന്ന് വെച്ച് ഒരു പാട്ടുമൊക്കെ പാടി മീറ്റിംഗ് നടത്തുന്ന കൂട്ടത്തിൽ പാസ്റ്റർ ചിന്തിച്ചു, ഇന്ന് ഇദ്ദേഹത്തോട് എനിക്കൊന്ന് പ്രസംഗിക്കണം. കാര്യം ഈ മനുഷ്യൻ ഇത്രയും പൈസ ഉണ്ടായിട്ടും 1 രൂപ ദൈവരാജ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ പ്രയോജനമുള്ള ഒരു കാര്യം ഇദ്ദേഹം ചെയ്യത്തില്ല. വളരെ സ്വാർത്ഥനായ ഒരു വ്യക്തി, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തി. അപ്പം ഈ സഭയിൽ ഇദ്ദേഹത്തോട് പ്രസംഗിക്കാനുള്ള ഒരു മെസ്സേജ് പാസ്റ്ററിലുണ്ട്. അത് പ്രസംഗിച്ച് ഈ പാവങ്ങളെയൊക്കെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? പാവങ്ങളെ വല്ലതൊക്കെ കൂടുതൽ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എപ്പോഴും കൂടുതൽ എപ്പോഴും കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ പാവങ്ങളാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു വലിയൊരു ഫാക്റ്റാണ്. ഞാനീ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊടുക്കുന്നത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ടായിരിക്കാം. അത് നമ്മൾ ഇന്നത്തെ ഒരു വലിയൊരു ബിസിനസ് ടെക്നോളജിയാണ്. പക്ഷേ കൊടുക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അർപ്പിക്കുകയാണ്. അർപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്ത് എടുത്തു കൊടുക്കുകയാണ്. അർപ്പിക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്കുള്ളതെല്ലാം കൂടെ അങ്ങ് കൊടുക്കുകയാണ്.